Hi friends, this is Shemi Mohammedan and you're watching Comcom Common Commerce. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. ഈ അപ്പോ ഇടയ്ക്കിടെ വന്നത് വീഡിയോ തുടങ്ങിയ സമയത്ത് അപ്പോ തന്നെ തുടങ്ങി. ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. വെള്ളിയാഴ്ച ദിവസം എന്താണ്? +2 അക്കൗണ്ടൻസി ക്ലാസ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോ വീണ്ടും അപ്പോ എന്താ ചെയ്യുക? കഴിഞ്ഞ ക്ലാസ് നമ്മൾ എന്താ എടുത്തത്? കഴിഞ്ഞ 2 ക്ലാസ് എടുത്തു +2 എന്തായിരുന്നു? നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ഫസ്റ്റ് ക്ലാസ്സിൽ അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നു, തിയറീസ് പറഞ്ഞു തന്നു. അടുത്ത ക്ലാസ്സിൽ നമ്മള് എന്താ പറയാ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് വരുന്ന ഒരു പ്രോബ്ലവും ചെയ്തു. അതായത് ആ വർഷം കറക്റ്റ് എത്ര ഒരു ഇൻകം കിട്ടി എന്ന് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം അല്ലേ. ഇന്ന് നമ്മൾ കിടക്കാൻ പോകുന്ന ടോപ്പിക്, അതിനെപ്പറ്റി നമ്മൾ കുറെ ആവശ്യത്തിന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുത്. അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യാം എന്തൊക്കെയായിരുന്നു കാര്യങ്ങൾ. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് നോർമലി ബിസിനസ് എന്ന് പറയുന്നത് പ്രോഫിറ്റിന് വേണ്ടിയാണ്. പക്ഷെ ചില സ്ഥാപനങ്ങൾ പ്രോഫിറ്റിന് വേണ്ടിയല്ല നടത്തുന്നത്. ഉദാഹരണം ഹോസ്പിറ്റൽസ്, ലൈബ്രറീസ്, പബ്ലിക് ലൈബ്രറീസ്, സ്പോർട്സ് ക്ലബ്ബ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അത് മാത്രമല്ല ഓർഫനേജസ്, അതായത് ഓൾഡ് ഏജ് ഹോംസ്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ പ്രോഫിറ്റിന് വേണ്ടിയല്ല നടത്തുന്നത്. പക്ഷെ അവർക്ക് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്താലേ പറ്റത്തുള്ളൂ. സോ അവർക്ക് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് പ്രകാരം വേറൊരു അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. എന്താണ്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ടിന് പകരം അവർ വേറെ എന്താണ് യൂസ് ചെയ്യുന്നത്? റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. ഓക്കെ, അപ്പൊ അവരുടെ ഇൻകംസ് അവരുടെ എക്സ്പെൻസസ് എങ്ങനെ നമ്മൾ അക്കൗണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ് കാര്യം. ഇപ്പോ എന്താ പറയാ, ഈ ലൈബ്രറീസിനാണെങ്കിൽ മെമ്പർഷിപ്പ് ഫീസ് അതൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെമ്പർഷിപ്പ് ഫീസ് വേറെ എന്തോ ഇൻകം ആയിക്കോട്ടെ, ഏത് സ്ഥാപനത്തിന്റെ ഇൻകം ആയിക്കോട്ടെ, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇൻകത്തിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോബ്ലം ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ 2 ക്ലാസ്സുകളുടെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. യു ക്യാൻ ഗോ ത്രൂ ദാറ്റ്. ആ പ്രോബ്ലംസ് എന്തായിരുന്നു നിങ്ങൾക്ക് വീഡിയോ കണ്ടാലേ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ കടക്കാൻ പോകുന്നത് ഏതാണ്? റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എങ്ങനെ സോൾവ് ചെയ്യണം, എങ്ങനെ അറിയണം എന്നുള്ളൊരു ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ചെറിയൊരു ക്വസ്റ്റ്യൻ. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടെ ചെയ്യുന്നതായിരിക്കും, 1-2 ക്വസ്റ്റ്യനുമായിട്ട്. ഇന്ന് ജസ്റ്റ് മനസ്സിലാക്കാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ. വീഡിയോ ലെങ്ത് കൂടുതലായാൽ നിങ്ങൾക്കും ബോറടിക്കും. സോ എത്രയും പെട്ടെന്ന് വൈകാതെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്, ശ്രദ്ധിക്കാം. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ് ചാപ്റ്റർ. ക്വസ്റ്റ്യൻ നോക്കും. ഫോളോയിങ് ആർ ദ ഡേറ്റാസ് ഓഫ് XYZ സ്പോർട്സ് ക്ലബ്. നമ്മളിപ്പോ എന്താണ് ചെയ്യുന്നത്? XYZ സ്പോർട്സ് ക്ലബിന്റെ ഡീറ്റെയിൽസ് ആണ് നോക്കാൻ പോകുന്നത്. ഫോർ ദ ഇയർ 2019-20, 2019-20 ട്രാൻസാക്ഷൻ ആണ് നോക്കുന്നത്. 2019-20 ഫസ്റ്റ് തന്നിരിക്കുന്നത് ബാലൻസ് ആസ് ഓൺ 1/4/2019. ഇവിടെ നമ്മൾ ഇയർ നോക്കുന്നത് April 1 to March 31 ആണ്. അതാണ് ഇയർ കൺസിഡർ ചെയ്യുന്നത്. 1/4/2019 1/4/2019 ക്യാഷ് ബാലൻസ് എന്ന് പറയുന്നത് 20,000 രൂപയും ബാങ്ക് ബാലൻസ് 50,000 രൂപയും. അതായത് ഓപ്പണിംഗ് ബാലൻസ് ക്യാഷ് ബാലൻസ് 20,000 രൂപയും ബാങ്ക് ബാലൻസ് 50,000 രൂപയും. പിന്നെ തന്നിരിക്കുന്നത് മെമ്പർഷിപ്പ് ഫീസ് റിസീവ്ഡ്. അതായത് 2018-19 2019-20 2020-21 എല്ലാ എമൗണ്ടും ഈ വർഷമാണ് കിട്ടിയത്. അതായത് ഏത് വർഷമാണ് കിട്ടിയത്? 2019-20 കിട്ടിയത്. 2018-19 കുറച്ച് എമൗണ്ട് ഈ വർഷം കിട്ടി. 2019-20 കിട്ടേണ്ട എമൗണ്ട് ഈ വർഷം കിട്ടി. 2020-21 എമൗണ്ടും കൂടെ നമുക്ക് ഈ വർഷം കിട്ടി. ഇനി അടുത്തത് സ്പോർട്സ് മെറ്റീരിയൽ പർച്ചേസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓൺ ക്യാഷിന് എത്ര വാങ്ങിച്ചു? 40,000 രൂപയുടെ സാധനം വാങ്ങിച്ചു. ഓൺ ക്രെഡിറ്റ് 10,000 രൂപയുടെ. നോക്കൂ, റെന്റ് പെയ്ഡ് 75,000, ഫണ്ട് റിസീവ്ഡ് 45,000, പ്രീപെയ്ഡ് എക്സ്പെൻസസ് 2,000. ഇതാണ് ക്വസ്റ്റ്യനിലുള്ള ഐറ്റംസ് ഉള്ളത്. ഇനി എന്താണ് അവർ ചോദിച്ചേക്കുന്നത്? പ്രിപ്പയർ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഫോർ ദ ഇയർ 2019-20, 2019-20 റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. അത് മാത്രമല്ല ഫൈൻഡ് ദ ക്ലോസിംഗ് ബാലൻസ് കണ്ടുപിടിക്കുക. പേയ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ തന്നെ, ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ തന്നെ അതിന്റെ ക്ലോസിംഗ് ബാലൻസ് കണ്ടുപിടിച്ചാലേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഓരോ ഐറ്റംസ് ആയിട്ട് നോക്കാം. അതിനു മുമ്പ് എന്താണ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്ന് ജസ്റ്റ് പറഞ്ഞിരിക്കാം. ഇതൊരു ലെഡ്ജറാണ്. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ലെഡ്ജറാണ്. ക്ലോസ്ലി സിമിലർ ടു, എല്ലാം സിമിലർ ആണ്. എന്തിന്റെ സിമിലർ ആണ്? ക്യാഷ് അക്കൗണ്ടിന് സിമിലർ ആണ്.
അതായത് ഡെബിറ്റ് സൈഡില് ക്യാഷ് അക്കൗണ്ടിൽ എന്താണ് ചെയ്യുന്നത്? ഡെബിറ്റ് സൈഡിൽ നമുക്ക് കിട്ടിയ പൈസ എല്ലാം ഡെബിറ്റ് ചെയ്യും അല്ലേ? ക്രെഡിറ്റ് സൈഡില് എക്സ്പെൻസസ് ആണ് വരുന്നത്. എന്നിട്ട് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും മിക്കവാറും ക്യാഷിന് വരുന്നത്, ക്ലോസിംഗ് ബാലൻസ്. അതുപോലെ തന്നെയാണ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇവിടെ പക്ഷേ ക്യാഷിന്റെയും ബാങ്കിന്റെയും ഒരുമിച്ചാണ് വരുന്നത്. അപ്പോ ഇതിന് ഓപ്പണിംഗ് ബാലൻസും എപ്പോഴും ഡെബിറ്റ് ആയിരിക്കും വരുന്നത്. മോസ്റ്റ് കേസസ് ക്യാഷിന്റെ ആയാലും റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ആയാലും ഓപ്പണിംഗ് ബാലൻസും ഡെബിറ്റ് സൈഡിലായിരിക്കും വരുന്നത്, ക്ലോസിംഗ് ഡെബിറ്റ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഓരോ ഐറ്റം ആയിട്ട് നോക്കാം എങ്ങനെ ചെയ്യും എന്നുള്ളത്, പോസ്റ്റ് ചെയ്യുന്നുള്ളത്. അപ്പൊ ഇതാണ് ലെഫ്റ്റ് സൈഡ് റെസീപ്റ്റ്സ്, എമൗണ്ട്, പേയ്മെന്റ്, എമൗണ്ട്, ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ്. ഇങ്ങനെയാണ് നമ്മൾ ഹെഡിങ് കൊടുക്കുന്ന ടൈമിൽ നോക്കുക. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് XYZ സ്പോർട്സ് ക്ലബ് ഫോർ ദ ഇയർ എൻഡ് 2019-20. ഇങ്ങനെ ഹെഡിങ് കൊടുക്കുക. ഇനി നോക്കാം ഓരോ ഐറ്റം വൈസ് നോക്കാം. ബാലൻസ് ആസ് ഓൺ 1/4/2019, അതായത് 1/4/2019 അനുസരിച്ചുള്ള ബാലൻസ്. അപ്പൊ എന്താണ്, ഓപ്പണിംഗ് ആണ് ക്ലോസിംഗ് ബാലൻസ് ആണോ? ആവശ്യത്തെ ഓപ്പണിംഗ് ബാലൻസ് ആണ്. അപ്പൊ ഓപ്പണിംഗ് ബാലൻസ് എന്ത് ചെയ്യാം? ഇവിടെ കൊടുക്കാം. ഓപ്പണിംഗ് ബാലൻസ് ക്യാഷ് എത്രയാണ് ക്യാഷ്? 20,000. ബാങ്കിന്റെതോ 50,000. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. മെമ്പർഷിപ്പ് ഫീസ് റിസീവ്ഡ്. ഇവിടെ 2018-19 2000 വന്നിട്ടുണ്ട്. 2019-20 25,000 കിട്ടിയിട്ടുണ്ട്. അടുത്ത വർഷത്തെ അതായത് 2020-21 5,000 കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്ന് വെച്ചാല്, ഈ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടില് നമ്മൾ ഈ 25,000 മാത്രമാണോ എടുക്കുന്നത്, അതോ ഈ 3 എമൗണ്ടും ചേർത്തെടുക്കുമോ? ഞാൻ ചോദിക്കുന്നത് റെസീപ്റ്റ്സ് ആൻഡ് നമുക്ക് ഈ വർഷത്തെ മാത്രം മതിയല്ലോ. ഞാൻ ചോദിക്കുന്ന കാര്യം, റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടില് ഈ 25,000 മാത്രമാണോ എടുക്കുന്നത്, അതോ ആ വർഷം കിട്ടിയ ടോട്ടൽ എമൗണ്ട് ഇത് മാത്രമാണോ എടുക്കുന്നത്? ടോട്ടൽ ഈ 2,000 പ്ലസ് 25,000 പ്ലസ് 5,000 ആ എമൗണ്ട് ആണ് എടുക്കുന്നത്. ഉത്തരം എന്തെന്ന് വെച്ചാൽ, നമ്മൾ എടുക്കേണ്ടത് ഈ 3 എമൗണ്ടും ചേർത്താണ് എടുക്കേണ്ടത്. അത് എന്തെന്ന് വെച്ചാൽ, ഇതെന്താണ്? റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ആണ്. അതായത് ക്യാഷ് കിട്ടിയതാണ്. ആ വർഷം നമുക്ക് എത്രയോ ഒരു കാശ് കിട്ടി, എമൗണ്ട് കിട്ടി. ആ കിട്ടിയ എമൗണ്ട് എല്ലാം വരുന്നതാണ്. അത് ക്യാഷിനെ അഫക്ട് ചെയ്യുന്നതല്ലേ, അല്ലെങ്കിൽ ബാങ്ക് ബാലൻസിനെ അഫക്ട് ചെയ്യുന്ന കാര്യമല്ലേ? അതായത് നമ്മൾ ക്യാഷ് അക്കൗണ്ടില്, നമ്മൾ ഉദാഹരണം നോക്കി, ക്യാഷ് അക്കൗണ്ടില് നമ്മൾ എല്ലാം എടുക്കും. എന്താ, കിട്ടിയ ക്യാഷ് മൊത്തം എടുക്കും. ആ വർഷം അത് ചിലപ്പോൾ കഴിഞ്ഞ വർഷത്തെ എക്സ്പെൻസ് ആയിരിക്കാം, ഈ വർഷത്തെ എക്സ്പെൻസ് ആയിരിക്കാം, അടുത്ത വർഷത്തെ എക്സ്പെൻസ് ആയിരിക്കാം. എക്സ്പെൻസ് അല്ല, ഇൻകം ആയിരിക്കാം. ഉദാഹരണം ഞാൻ പറഞ്ഞത്, കിട്ടിയ ക്യാഷ് മൊത്തം ഇൻകം. അതായത് ആ വർഷം 2019-20 ക്യാഷ് അക്കൗണ്ടിന്റെ മൊത്തം എമൗണ്ട് നമ്മൾ എടുത്തെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ വർഷത്തെ ഇൻകം ഉണ്ടായിരിക്കാം, അടുത്ത വർഷത്തെ ഇൻകം ഉണ്ടായിരിക്കാം, ഈ വർഷത്തെ ഇൻകം ഉണ്ടായിരിക്കാം. നമ്മൾ കിട്ടിയതല്ലേ ആ പൈസ, മനസ്സിലായോ? അതുകൊണ്ട് ഇവിടെ കിട്ടിയ എമൗണ്ട് എത്രയാണ്? ഈ 2,000 നമുക്ക് കിട്ടി. അതായത് 2018-19 ഒരു ഇൻകം നമുക്ക് ഈ വർഷമാണ് കിട്ടിയത്. 2018-19 മെമ്പർഷിപ്പ് ഫീസ് 2,000 രൂപ നമുക്ക് ഈ വർഷം കിട്ടി. റെസീപ്റ്റ് ആണ് അത്. 2019-20 പൈസ നമുക്ക് ഈ വർഷം കിട്ടി, അതും റെസീപ്റ്റ് ആണ്. ക്യാഷ് കിട്ടിയല്ലോ. 2020-21 പൈസയും നമുക്ക് കിട്ടി, അതും റെസീപ്റ്റ് ആണ്. സോ നമ്മള് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടില് കിട്ടി എത്രയാണോ, എന്തൊക്കെ കിട്ടിയിട്ടുണ്ടോ അതെല്ലാം വരും. ക്യാഷ് എന്തൊക്കെ കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസാക്ഷൻ വഴി എന്തൊക്കെ കിട്ടിയിട്ടുണ്ടോ അതെല്ലാം വരും. അപ്പൊ നമ്മൾ എന്താ, റെസീപ്റ്റ്സിൽ എന്തൊക്കെ വരും? 2 മെമ്പർഷിപ്പ് ഫീസ്. 2018-19 എത്രയാണ്? 2,000. 2019-20 25,000. 2020-21 എത്രയാണ് കിട്ടിയത്? 5,000. അപ്പൊ അത്രയും പൈസ നമുക്ക് കിട്ടി. സോ അത് റെസീപ്റ്റ്സിൽ വരും. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ റെസീപ്റ്റ്സ് ഐ ഡി കാണിക്കും. ഇനി അടുത്ത് നോക്കാം, സ്പോർട്സ് മെറ്റീരിയൽ പർച്ചേസ്ഡ്. ഓൺ ക്യാഷ് ₹40,000, ഓൺ ക്രെഡിറ്റ് ₹10,000. ഓൺ ക്യാഷ് ₹40,000, ഓൺ ക്രെഡിറ്റ് അതായത് കടത്തിന് വാങ്ങിച്ചത് 10,000 രൂപ.
നമ്മളിവിടെ എത്ര കാണിച്ചാൽ മതി? 40,000 രൂപയുടെ സാധനം കാണിച്ചാൽ മതി. കാരണം ഇത് ക്യാഷ് കൊടുത്ത് മേടിച്ചത് 40,000 രൂപയുടെ സാധനമേ ഉള്ളൂ. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്താണ്? ക്യാഷ് ട്രാൻസാക്ഷന്റെ അല്ലേ വരത്തുള്ളൂ, അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസാക്ഷന്റെ വരത്തുള്ളൂ. സോ ഈ 10,000 ഇവിടെ കാണിക്കേണ്ട കാര്യമുണ്ടോ? അത് കടത്തിനല്ലേ പോയിരിക്കുന്നത്. അപ്പൊ നമുക്ക് 40,000 എമൗണ്ട് മാത്രം കാണിച്ചാൽ മതി. അത് എക്സ്പെൻസ് ആണ്, സാധനം മേടിച്ചതാണ്. ഓക്കെ, എക്സ്പെൻസ് വരുമ്പോഴ് ക്രെഡിറ്റ് സൈഡ്, പേയ്മെന്റ് സൈഡിൽ കാണിക്കുക ബൈ സ്പോർട്സ് മെറ്റീരിയൽ പർച്ചേസ്ഡ്. സ്പോർട്സ് മെറ്റീരിയൽ പർച്ചേസ്ഡ് എത്രയാണ്? 40,000. എത്ര? 40,000 രൂപ. ഓക്കെ, അടുത്ത നോക്ക്, റെന്റ് പെയ്ഡ്. അവര് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞേക്കാം അത് പേ ചെയ്തു എന്നുള്ളത്. അപ്പൊ അത് പേയ്മെന്റ് പോയിട്ടുണ്ട്, ക്യാഷിൽ നിന്നോ ബാങ്കിൽ നിന്നോ പോയിട്ടുണ്ട്. 75,000 രൂപ അവർ അടച്ചിട്ടുണ്ട് ആ വർഷത്തെ റെന്റ്. അപ്പോ ബൈ റെന്റ് എത്രയാണ്? 75,000. 75,000. അടുത്ത നോക്ക്, ഫണ്ട് കിട്ടിയിട്ടുണ്ട് ഇവർക്ക്. എവിടെ നിന്നോ സ്പോർട്സ് ക്ലബിന് വേണ്ടി ഒരു ഫണ്ട് കിട്ടിയിട്ടുണ്ട്. അതൊരു ഇൻകം അല്ലേ? ഇൻകം ആയിട്ട് കൺസിഡർ, ക്യാഷ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഫണ്ട് റിസീവ്ഡ് എന്ന് പറയുന്നത് അതൊരു ഇൻകം ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. ക്യാഷ് കിട്ടിയിട്ടുണ്ട്. സോ അത് വരിക ഡെബിറ്റ് സൈഡിലാണ് വരുന്നത്. അതായത് റിസീപ്റ്റ് സൈഡിൽ ടു ഫണ്ട് റിസീവ്ഡ് എത്രയാണ്? 45,000. 45,000. മനസ്സിലാവുന്നുണ്ടോ? ഇനി നോക്കുക, പ്രീപെയ്ഡ് എക്സ്പെൻസസ് ₹2,000. പ്രീപെയ്ഡ് എക്സ്പെൻസസ് അതായത് അടുത്ത വർഷത്തെ എക്സ്പെൻസ് നമ്മൾ ഈ വർഷമേ അടച്ചു. അടുത്ത വർഷത്തെ എക്സ്പെൻസ് ഈ വർഷമേ അടച്ചു. എത്രയാണ്? 2,000 രൂപ ഈ വർഷം നമ്മൾ അടച്ചിട്ടുണ്ട്. ആ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയില്ലേ? പോയോ ഇല്ലേ? പോയി. അതായത് 2020-21 അടക്കേണ്ടിയിരുന്ന ഒരു 2,000 രൂപ നമ്മൾ ഈ വർഷമേ അടച്ചു. അപ്പൊ ക്യാഷ് അതിൽ നിന്ന് പോയി. സോ അതെന്ത് കാണിക്കാം? പേയ്മെന്റ് സൈഡിൽ കാണിക്കാം. എന്താണ്? ബൈ പ്രീപെയ്ഡ് എക്സ്പെൻസസ്. എത്രയാണ് പ്രീപെയ്ഡ് എക്സ്പെൻസ് വരുന്നത്? 2,000. എല്ലാ ഐറ്റംസും നമ്മൾ എഴുതിയിട്ടില്ലേ? ഓക്കെ, എല്ലാ ഐറ്റംസും വന്നിട്ടുണ്ടോ നോക്കൂ. കറക്റ്റ് എല്ലാം വന്നിട്ടുണ്ട് അല്ലേ? ക്യാഷ് ബാലൻസ് വന്നിട്ടുണ്ട്, മെമ്പർഷിപ്പ് ഫീസ് വന്നിട്ടുണ്ട്, ഫണ്ട് റിസീവ്ഡ് വന്നിട്ടുണ്ട്, സ്പോർട്സ് മെറ്റീരിയൽ കിട്ടിയ പേയ്മെന്റ് നടത്തിയ വന്നിട്ടുണ്ട്, റെന്റിന്റെ വന്നിട്ടുണ്ട്, പ്രീപെയ്ഡ് എക്സ്പെൻസിന്റെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കേണ്ടത് ഇതിൽ ഏത് സൈഡാണ് കൂടുതലെന്ന് നോക്കാം. ഏത് സൈഡാണ് നമ്മൾ കൂടുതൽ നോക്കുന്നത്? ഏതാണ് സൈഡ് കൂടുതൽ? ഈ സൈഡല്ലേ കൂടുതൽ അല്ലേ? 20,000, 70,000. 20,000 plus 50,000, 70,000. 72,000, 77,000. എത്ര മണി കാൽക്കുലേറ്റർ എടുക്കും? എനിക്ക് തെറ്റിയ. ഓക്കെ, നമുക്ക് നോക്കാം. 45,000 plus 5,000 50,000. 75,000, 77,000, 1,27,000, 1,47,000 അല്ലേ? കറക്റ്റ് അല്ലേ? നിങ്ങളും കൂടെ കണക്ക് നോക്കിക്കോളേ. 1,47,000 ആണോ? അപ്പൊ ഈ സൈഡിലോട്ട് ആ 1,47,000 എടുക്കാം. 1,47,000 തന്നെയല്ലേ? 45,000, 50,000, 75,000, 77,000, 1,27,000 തന്നെ. 1,47,000. ഇനി 1,47,000 ഈ ഇത്ര എമൗണ്ട് കുറയ്ക്കുമ്പോ എത്ര വരും? ബൈ ബാലൻസ് ക്യാരി ഡൗൺ. 1,45,000 അല്ലേ? 1,45,000, 1,05,000, 1,05,000 പോയിട്ട് ബാക്കി 75,000 എത്ര വരും?
1,47,000 മൈനസ് 40,000 മൈനസ് 75,000 മൈനസ് 2,000 30,000. എത്രയാണ്? 30,000 ബൈ ബാലൻസ് ക്യാരി ഡൗൺ. എത്ര? 30,000. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എനിക്കൊരു തെറ്റ് പറ്റിയതാണ്. ഇവിടെ നമ്മൾ 2 ബാലൻസ് ബ്രോട്ട് ഔട്ട് കൊടുത്താൽ മതി. അതാണ് കുറച്ചുകൂടി അടിക്കാൻ എളുപ്പം. ഓക്കെ, 2 ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് തന്നെ കൊടുത്തിരുന്നത് മനസ്സിലാക്കിയത്. ഓക്കെ, അത് കഴിഞ്ഞ വർഷത്തെ അല്ലേ? കഴിഞ്ഞ വർഷത്തെ ബ്രോട്ട് ഡൗൺ ചെയ്തതാണല്ലോ ഈ എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ വർഷത്തെ ബാലൻസ് എന്ന് പറയുന്നത് 30,000 രൂപ. ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടാ, വെറുതെ തെറ്റിക്കണ്ടല്ലോ. 20,000 നോക്ക് 20,000 പ്ലസ് 50,000 പ്ലസ് 2,000 പ്ലസ് 25,000 പ്ലസ് 5,000 പ്ലസ് 45,000. 1,47,000 കറക്റ്റ്. ഇനി അതിൽ നിന്ന് ഈ 1,47,000 നിന്ന് മൈനസ് 2,000 മൈനസ് 75,000 മൈനസ് 40,000 30,000. ഇതാണ് ക്ലോസിംഗ് ബാലൻസ്. അതായത് ആ വർഷത്തെ ക്ലോസിംഗ് ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ്. ക്യാഷ് ആൻഡ് ബാങ്ക് നമുക്ക് ഒരുമിച്ചാണ് കിട്ടിയിരിക്കുന്നത്. ഒരുമിച്ചുള്ളതാണ് വന്നിരിക്കുന്നത്, സെപ്പറേറ്റ് വന്നില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഒരു റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് ചെറിയൊരു പ്രോബ്ലം ആണ്. ഇതിന്റെ ഫർദർ ഡീറ്റെയിൽ ഉള്ള പ്രോബ്ലം നമുക്ക് നെക്സ്റ്റ് വീക്ക് ചെയ്യാവുന്നതായിരിക്കാം. ഇപ്പൊ ഒരു പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നുള്ളൂ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ആഴ്ചയോട് ചെയ്യാവുന്നതായിരിക്കും. സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. മനസ്സിലായത് നിങ്ങളുടെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിന് ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.